എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി ലൈഫിൽ പാരൻസും കുട്ടികളും തമ്മിലുള്ള കോൺവെർസേഷന് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാധാരണ അമ്മമാർ തുണിയൊക്കെ അലക്കി കഴിയുമ്പം കുട്ടികളോട് പറയത്തില്ലേ, ഞാൻ ഇപ്പോൾ തുണി അലക്കിയിട്ടേ ഉള്ളൂ, അത് ഉണങ്ങാൻ വെളിയിൽ തൂക്കിയിടാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ഇതെങ്ങനെ പറയും? തുണി അലക്കുക എന്നുള്ളതിന് ഡൂ ദ ലോണ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം തുണി അലക്കിയിട്ടേ ഉള്ളൂ എന്നെങ്ങനെ പറയും? ഹാവ് പ്ലസ് V3 ഫോം. ഡൂവിൻ്റെ V3 ഫോം ഡൺ ആണ്. സോ ഐ ഹാവ് ജസ്റ്റ് ഡൺ ദ ലോണ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ തുണി അലക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള മീനിങ് ആണ്. ഇനി അവ ഉണങ്ങാൻ വെളിയിൽ തൂക്കിയിടാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെങ്ങനെ ചോദിക്കും? എന്നെ നിനക്കൊന്ന് സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു ഹെൽപ്പ് മീ. ഇനി തൂക്കിയിടുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഹാങ് ദം. വെളിയിൽ എന്ന് പറയാൻ ഔട്ട് എന്ന് പറയാം, ഉണങ്ങാൻ എന്ന് പറയാൻ ടു ഡ്രൈ. സോ ക്യാൻ യു ഹെൽപ്പ് മീ ഹാങ് ദം ഔട്ട് ടു ഡ്രൈ എന്ന് ചോദിച്ചാൽ ഇത് വെളിയിൽ ഉണങ്ങാൻ തൂക്കിയിടാൻ നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ എന്നാണ്. ഇനി കളിച്ചൊക്കെ കഴിയുമ്പം കുട്ടികളുടെ മുറി ആകെ വൃത്തികേടായിരിക്കും. അപ്പോൾ അമ്മമാർ ചോദിക്കില്ലേ, നിൻ്റെ മുറി എന്താ ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത്? അപ്പം നമുക്ക് പറയേണ്ടത് ഇതാണ്, നിൻ്റെ മുറി എന്താണ് ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത്? നമുക്ക് നിൻ്റെ മുറി വൃത്തിയാക്കാം, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? വൃത്തികേട് അല്ലെങ്കിൽ അലങ്കോലം എന്നൊക്കെ പറയാൻ മെസ്സി എന്ന് പറയാം. പിന്നെ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വൈ. നിൻ്റെ മുറി എന്ന് പറയാൻ യുവർ റൂം. സോ വൈ ഈസ് യുവർ റൂം സോ മെസ്സി എന്ന് പറഞ്ഞാൽ നിൻ്റെ മുറി എന്താണ് ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് നിൻ്റെ മുറി വൃത്തിയാക്കാം എന്ന് പറയണം. വൃത്തിയാക്കുക എന്ന് പറയാൻ ടൈഡി അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. നമുക്ക് എന്ന് പറയാൻ ലെറ്റസ്, അതിനെ ഷോർട്ടാക്കി ലെറ്റ്സ് എന്ന് പറയാം. സോ ലെറ്റ്സ് ടൈഡി അപ്പ് യുവർ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് നിൻ്റെ മുറി വൃത്തിയാക്കാം എന്നാണ്. ഇനി ഞാൻ നിന്നെ സഹായിക്കാം എന്നെങ്ങനെ പറയും? ഐ വിൽ ഹെൽപ്പ് യു. സോ ഇത് ഫുള്ളായിട്ട് പറയുമ്പോൾ വൈ ഈസ് യുവർ റൂം സോ മെസ്സി, ലെറ്റ്സ് ടൈഡി അപ്പ് യുവർ റൂം, ഐ വിൽ ഹെൽപ്പ് യു. ഇനി ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പം നമുക്ക് പറയണം, നിൻ്റെ അങ്കിള് 1 മണിക്കൂറിനകം വരും, അപ്പോൾ നീ ഈ സാധനങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് വെക്കുക എന്ന് പറയണം. സോ നിൻ്റെ അങ്കിള് 1 മണിക്കൂറിൽ വരും എന്നെങ്ങനെ പറയും? യുവർ അങ്കിൾ വിൽ കം ഇൻ ആൻ അവർ. ഇൻ ആൻ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ എന്നാണ്. സോ യുവർ അങ്കിൾ വിൽ കം ഇൻ ആൻ അവർ എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മാവൻ 1 മണിക്കൂറിൽ വരും എന്നുള്ള മീനിങ് ആണ്. ഇനി ഈ സാധനങ്ങളെല്ലാം നിലത്ത് നിന്ന് എടുക്കുക എന്ന് പറയണം. നിലത്ത് നിന്ന് എടുക്കുക എന്ന് പറയാൻ പിക്കപ്പ് എന്നുള്ള ഫ്രേസൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. സോ പിക്കപ്പ് ഓൾ ദി സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നിലത്ത് നിന്ന് എടുക്കുക എന്നുള്ള മീനിങ് ആണ്. സാധനങ്ങൾ എന്ന് പറയാനാണ് സ്റ്റഫ് എന്ന് പറഞ്ഞത്. ഇനി ഇവയെല്ലാം അതിൻ്റെ പഴയ സ്ഥാനത്ത് വെക്കുക എന്ന് പറയണം. അപ്പോൾ എല്ലാം എന്ന് പറയാൻ എവറിത്തിങ്. സോ പുട്ട് എവറിത്തിങ് ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ പഴയ സ്ഥാനത്ത് വെക്കുക എന്നുള്ള മീനിങ് ആണ്. സോ യുവർ അങ്കിൾ വിൽ കം ഇൻ ആൻ അവർ, സോ പിക്ക് അപ്പ് ഓൾ ദി സ്റ്റഫ് ആൻഡ് പുട്ട് എവറിത്തിങ് ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ്. ഇനി കുട്ടികൾ എവിടെയെങ്കിലും പൊക്കമുള്ള സ്ഥലത്ത് കയറി നിന്ന് ചാടുകയോ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ, താഴെ ഇറങ്ങുക അല്ലെങ്കിൽ നീ വീഴും എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഗെറ്റ് ഡൗൺ ഓർ യു മൈറ്റ് ഫോൾ. ഗെറ്റ് ഡൗൺ ഓർ യു മൈറ്റ് ഫോൾ. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നുള്ള മീനിങ് ആണ്. യു മൈറ്റ് ഫോൾ എന്ന് പറഞ്ഞാൽ നീ വീഴും അല്ലെങ്കിൽ വീണേക്കാം എന്നുള്ള മീനിങ് ആണ്. ഗെറ്റ് ഡൗൺ ഓർ യു മൈറ്റ് ഫോൾ. ഇനി കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ വായിൽ എന്തെങ്കിലും ചവയ്ക്കുന്ന പോലെ കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നീ എന്താണ് ചവയ്ക്കുന്നത്, നിന്റെ നാക്ക് നീട്ടിക്കുക എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ചവയ്ക്കുക എന്നുള്ളതിന് ച്യൂ എന്നാണ് പറയുന്നത്. സോ വാട്ട് ആർ യു ച്യൂയിങ് എന്ന് ചോദിച്ചാൽ നീ എന്താണ് ചവയ്ക്കുന്നത് എന്നുള്ള മീനിങ് ആണ്. ഇനി നിന്റെ നാക്ക് വെളിയിലോട്ട് നീട്ടുക എന്ന് പറയണമെങ്കിലോ സ്റ്റിക്ക് ഔട്ട് യുവർ ടങ് എന്ന് പറയാം. സ്റ്റിക്ക് ഔട്ട് യുവർ ടങ് എന്ന് പറഞ്ഞാൽ നിന്റെ നാക്ക് നീട്ടുക എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, സ്റ്റിക്ക് യുവർ ടങ് ഔട്ട്. സ്റ്റിക്ക് യുവർ ടങ് ഔട്ട് രണ്ടിൻ്റെയും മീനിങ് നിന്റെ നാക്ക് വെളിയിലോട്ട് നീട്ടുക എന്നുള്ള മീനിങ് ആണ്. ഇനി കുട്ടികൾക്ക് ഉറക്കമൊക്കെ വരുന്ന സമയത്ത് കണ്ണ് തിരുമത്തില്ലേ? അപ്പോൾ അങ്ങനെ കണ്ണ് തിരുമരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡോണ്ട് റബ് യുവർ ഐസ്. ഡോണ്ട് റബ് യുവർ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണ് തിരുമരുത് എന്നുള്ള മീനിങ് ആണ്.
ഇനി ഇങ്ങനെ കണ്ണൊക്കെ തിരുമിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ഫീൽ സ്ലീപ്പി? ഡു യു ഫീൽ സ്ലീപ്പി? ഫീൽ സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഉറക്കം വരിക എന്നുള്ള മീനിങ് ആണ്. സോ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു ഫീൽ സ്ലീപ്പി. ഇനി നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, കുട്ടികൾ എങ്ങോട്ടെങ്കിലും ഓടുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇവിടെ നിൽക്കുക, ദൂരോട്ടൊന്നും പോകരുത്. അതെങ്ങനെ പറയും? ഇവിടെ നിൽക്കുക എന്ന് പറയാൻ സ്റ്റേ ഹിയർ എന്ന് പറയാം. സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുക എന്നാണ് മീനിങ്. ഇനി അധികം ദൂരോട്ടൊന്നും പോകരുത് എന്നെങ്ങനെ പറയും? ഡോണ്ട് ഗോ ടു ഫാർ. ഡോണ്ട് ഗോ ടു ഫാർ. ടു ഫാർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ എന്നുള്ള മീനിങ് ആണ്. സോ വളരെ ദൂരോട്ടൊന്നും പോകരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഗോ ടു ഫാർ. ഇനി നിങ്ങളുടെ കുട്ടി വേറൊരു കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. സോ അന്നേരം കളിപ്പാട്ടം മറ്റേ കുട്ടിയുടെ നിന്ന് തട്ടിപ്പറിച്ചെന്ന് വെച്ചോ. അപ്പം നമ്മൾ പറയത്തില്ലേ മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം തട്ടിപ്പറിക്കരുത്. അതെങ്ങനെ പറയും? തട്ടിപ്പറിക്കുക എന്ന് പറയാൻ ഗ്രാബ് എന്ന് പറയാം. സോ ഡോണ്ട് ഗ്രാബ് ടോയ്സ് ഫ്രം അതർ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ തട്ടിപ്പറിക്കരുത് എന്നുള്ള മീനിങ് ആണ്. ഇനി കുട്ടികൾക്ക് പാലോ ചായയോ കാപ്പിയോ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ പാലൽ നിൻ്റെ ദേഹത്ത് ആക്കല്ലേ, അല്ലെങ്കിൽ ദേഹത്ത് വീഴ്ത്തല്ലേ. അതിന് യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് സ്പിൽ എന്നുള്ളതാണ്. സോ ഡോണ്ട് സ്പിൽ ദ മിൽക്ക് ഓൺ യുവർ ഡ്രസ് എന്ന് പറഞ്ഞാൽ പാല് നിൻ്റെ ഉടുപ്പിൽ വീഴ്ത്തരുത് അല്ലെങ്കിൽ ആക്കരുത് എന്നുള്ള മീനിങ് ആണ്. ഡോണ്ട് സ്പിൽ ദ മിൽക്ക് ഓൺ യുവർ ഡ്രസ്. ഇനി ഇപ്പം നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഒരൊറ്റ ചോക്ലേറ്റേ ബാക്കിയുള്ളൂ. അപ്പം ഒരു മോൻ വന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയത്തില്ലേ ഇനി ആകെ ഒരു ചോക്ലേറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, നിനക്ക് നിൻ്റെ സഹോദരനുമായിട്ട് അത് ഷെയർ ചെയ്യാമോ അല്ലെങ്കിൽ പങ്കുവയ്ക്കാമോ? അതെങ്ങനെ ചോദിക്കും? ഇനി ആകെ ഒരു ചോക്ലേറ്റേ ബാക്കിയുള്ളൂ എന്നെങ്ങനെ പറയും? ദർ ഈസ് ഓൺലി 1 ചോക്ലേറ്റ് ലെഫ്റ്റ്. ദർ ഈസ് ഓൺലി 1 ചോക്ലേറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു ചോക്ലേറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി എന്നുള്ള മീനിങ് ആണ്. ഇനി അത് നിൻ്റെ സഹോദരനുമായിട്ട് പങ്കുവയ്ക്കാമോ എന്നെങ്ങനെ ചോദിക്കും? Can you share that with your brother? Can you share that with your brother? ഷെയർ എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുക. സോ ക്യാൻ യു ഷെയർ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് പങ്കുവയ്ക്കാൻ കഴിയുമോ എന്നാണ്. വിത്ത് യുവർ ബ്രദർ എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരനുമായിട്ട്. സോ ദർ ഈസ് ഓൺലി 1 ചോക്ലേറ്റ് ലെഫ്റ്റ്. ക്യാൻ യു ഷെയർ ദാറ്റ് വിത്ത് യുവർ ബ്രദർ? അതായത് ഒരു ചോക്ലേറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, അത് നിനക്ക് നിൻ്റെ സഹോദരനുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുമോ എന്നാണ് മീനിങ്. ഇനി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഞാൻ വീട്ടിലെത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഐ ആം ഹോം. ഐ ആം ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെത്തി, അതായത് ഐ ഹാവ് അറൈവ്ഡ് അറ്റ് ഹോം എന്ന് പറയുന്നതിന് പകരം ഞാൻ വീട്ടിലെത്തി എന്നറിയിക്കാൻ ഐ ആം ഹോം എന്ന് പറയാം. ഇനി സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം കുട്ടികൾ പറയത്തില്ലേ എനിക്ക് വിശക്കുന്നു, അമ്മ എന്താണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ ഐ ആം ഹംഗ്രി. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശക്കുന്നു എന്നാണ്. സോ ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നു. അമ്മ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നെങ്ങനെ ചോദിക്കും? അമ്മ വാട്ട് ഹാവ് യു പ്രിപ്പയർഡ്. അമ്മ വാട്ട് ഹാവ് യു പ്രിപ്പയർഡ്. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക എന്നുള്ള മീനിങ് ആണ്. സോ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കാനാണ് വാട്ട് ഹാവ് യു പ്രിപ്പയർഡ് എന്ന് പറഞ്ഞത്. ഐ ആം ഹംഗ്രി, അമ്മ വാട്ട് ഹാവ് യു പ്രിപ്പയർഡ്. ഇനി ഇങ്ങനെ ചോദിക്കുമ്പം നമ്മളിപ്പം ചോറും ചിക്കൻ കറിയുമാണ് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് പ്രിപ്പയർഡ് റൈസ് ആൻഡ് ചിക്കൻ കറി എന്ന് പറയാം. ഐ ഹാവ് പ്രിപ്പയർഡ് റൈസ് ആൻഡ് ചിക്കൻ കറി, അതായത് ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയണം, അതായത് ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയാൻ ഫേവറേറ്റ് എന്ന് പറയാം. വിഭവത്തിന് ഡിഷ് എന്ന് പറയാം. സോ ഐ ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷ്. ഇനി പ്രിപ്പയറിന് പകരമായിട്ട് കുക്ക് എന്നുള്ള വേർബും യൂസ് ചെയ്യാം, അതായത് പാചകം ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. സോ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട വിഭവം പാചകം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ഐ ഹാവ് കുക്ക്ഡ് യുവർ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയാം. ഇനി കുട്ടികൾ വഴക്ക് കൂടുമ്പോൾ നമ്മൾ പറയത്തില്ല വഴക്ക് കൂടരുത്. വഴക്ക് പിടിക്കുക എന്ന് പറയാൻ ഫൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടരുത് എന്നുള്ള മീനിങ് ആണ്. ഇനി നിനക്ക് തന്നെ വേദന എടുക്കും, അതായത് രണ്ടുപേരോട് അടി കൂടി നിനക്കിട്ട് അടി കൊണ്ട് നിനക്ക് തന്നെ വേദന എടുക്കും എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ യു വിൽ ഹേർട്ട് യുവർ സെൽഫ് എന്ന് പറയാം. യു വിൽ ഹേർട്ട് യുവർ സെൽഫ്. ഡോണ്ട് ഫൈറ്റ്, യു വിൽ ഹേർട്ട് യുവർ സെൽഫ്. പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ നേരത്ത് നമ്മൾ ചോദിക്കത്തില്ലേ നിൻ്റെ കൈകൾ അഴുക്കാണോ, പോയി ആദ്യം കൈ കഴുകുക. അതെങ്ങനെ പറയും?
നിന്റെ കൈകൾ അഴുക്കാണോ എന്ന് ചോദിക്കാൻ ആർ യുവർ ഹാൻഡ്സ് ഡേർട്ടി എന്ന് ചോദിക്കാം. ആർ യുവർ ഹാൻഡ്സ് ഡേർട്ടി എന്ന് പറഞ്ഞാൽ നിന്റെ കൈകൾ അഴുക്കാണോ എന്നാണ്. ഡേർട്ടി എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നുള്ള മീനിങ് ആണ്. ഇനി ആദ്യം പോയി നിന്റെ കൈ കഴുകുക എന്നെങ്ങനെ പറയും? ഗോ വാഷ് യുവർ ഹാൻഡ്സ് ഫസ്റ്റ്. ആർ യുവർ ഹാൻഡ്സ് ഡേർട്ടി? ഗോ വാഷ് യുവർ ഹാൻഡ്സ് ഫസ്റ്റ്. അതായത് നിന്റെ കൈകൾ അഴുക്കാണോ, പോയി ആദ്യം നിന്റെ കൈ കഴുകുക എന്നുള്ള മീനിങ് ആണ്. ഇനി കുട്ടികൾക്ക് ആഹാരം കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുക്കുമ്പോൾ മുഴുവൻ കഴിക്കുക, മുഴുവൻ കുടിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ? മുഴുവൻ കഴിക്കുക എന്ന് പറയാൻ ഈറ്റ് ദിസ് അപ്പ് എന്ന് പറയാം. ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കഴിക്കുക എന്നാണ്. സോ ഇത് മുഴുവൻ കഴിക്കുക എന്ന് പറയാനാണ് ഈറ്റ് ദിസ് അപ്പ്. ഇനി ഡ്രിങ്ക് ദിസ് അപ്പ് എന്നാ പറയുന്നതെങ്കിൽ ഇത് മുഴുവൻ കുടിക്കുക എന്നുള്ള മീനിങ് ആണ്. ഡ്രിങ്ക് അപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കുടിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഇത് മുഴുവൻ കുടിക്കുക എന്ന് പറയണമെങ്കിൽ ഡ്രിങ്ക് ദിസ് അപ്പ്. സോ തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ വാചകങ്ങൾ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ